പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ LDF MLA വാഴൂർ സോമന ആശ്വാസം. തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജി സിംഗിൾ ബെഞ്ച് തള്ളി. സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സിറിയക് തോമസ് പ്രതികരിച്ചു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പീരുമേട് LDF സ്ഥാനാർത്ഥിയായിരുന്ന വാഴൂർ സോമനെ വിജയിയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണ് എന്ന ആക്ഷേപം ഹൈക്കോടതി തള്ളി. വാഴൂർ സോമനെ വിജയിയായി പ്രഖ്യാപിച്ച നടപടി ശരിവെച്ച ഹൈക്കോടതി അപൂർണമായ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ച നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 100-ാം വകുപ്പിന് വിരുദ്ധമാണ് എന്ന വാദം അംഗീകരിച്ചില്ല. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. ഇത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരുമെന്ന UDF സ്ഥാനാർത്ഥിയുടെ വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ബാധ്യതകളും വരുമാനവും സംബന്ധിച്ച ആക്ഷേപത്തിൽ വാഴൂർ സോമൻ നൽകിയ വിശദീകരണം ഹൈക്കോടതി അംഗീകരിച്ചു. വോട്ടറുടെ അറിയാനുള്ള അവകാശം LDF സ്ഥാനാർത്ഥി ലംഘിച്ചിട്ടില്ല. നടപടിക്രമങ്ങൾ പാലിച്ചാണ് നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചത് എന്ന വാദവും ശരിവച്ചാണ് ഹൈക്കോടതിയുടെ വിധി. വിരമിക്കുന്ന ദിവസമാണ് ജസ്റ്റിസ് മേരി ജോസഫ് അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1835 വോട്ടുകൾക്കാണ് വാഴൂർ സോമൻ പീരുമേട്ടിൽ നിന്ന് വിജയിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.